വളരെ പെട്ടെന്ന് എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കിയാലോ. ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ്. ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക് ചതച്ചതും കൂടെ ഇട്ടിട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കണം. ഇത് 2 സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ്. സവാള ഒന്ന് വഴണ്ട് വരുമ്പോൾ ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതൊരു 1/4 കിലോൻ്റെ മുകളിലൊക്കെ ചിക്കൻ ഉണ്ടാവും. അത് ഉപ്പും കുരുമുളകും ഇട്ടിട്ട് വേവിച്ചെടുത്ത് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്താണ്. ചിക്കൻ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് 1 സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയില ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ഉപ്പിട്ട് കുക്കറിൽ വേവിച്ചെടുത്താണ്. എന്നിട്ട് അത് നല്ലപോലെ ഉടച്ച് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നല്ലപോലെ ചൂടാറുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് മാറ്റിയെടുക്കാം. ഞാനിത് ചെറിയ റൗണ്ട് ഷേപ്പിലാണ് ആക്കിയെടുത്തത്. ഇതിപ്പോൾ 2 മുട്ടയുടെ വെള്ളയിൽ 1 സ്പൂൺ കോൺഫ്ലോർ മിക്സ് ചെയ്തതാണ്. പിന്നെ ഫ്രഷ് ബ്രെഡ് പൊടിച്ചെടുത്തതും. ഇനി ഇത് ഓരോന്നായിട്ട് മുട്ടയുടെ വെള്ളയിൽ ഡിപ്പ് ചെയ്തിട്ട് ഈ ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഒരുപാട് കാലം ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇനി ഇത് ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് വറുത്തെടുക്കാം. എണ്ണയ്ക്ക് നല്ല ചൂട് വേണം, ഇല്ലെങ്കിൽ കട്ട്ലേറ്റ് പൊട്ടിപ്പോകാനും എണ്ണ കുടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ചൂട് ക്രമീകരിച്ചിട്ട് വേണം ഉണ്ടാക്കാൻ, ഇല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് കരിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ പൊരിക്കുന്ന ഇഷ്ടമല്ലെങ്കിൽ ഷാലോ ഫ്രൈ ചെയ്തെടുത്താലും മതിയാവും. അപ്പം നമ്മുടെ ചിക്കൻ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ, ഇഷ്ടപ്പെടും ഉറപ്പാണ്.